ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ്. അതായത് എൻ്റെ കസിൻ്റെ ഹൗസ് വാമിംഗ് ആണ്. അപ്പം ഞങ്ങൾ കസിൻസും ഫാമിലിയൊക്കെ ഇങ്ങനെ കാത്തുന്നൊരു ഡേ ആയിരുന്നത്. കാരണം ഫസ്റ്റിലൊരു ഡേറ്റ് ഫിക്സ് ചെയ്യും, പിന്നെ ആ ഡേറ്റ് മാറ്റും, പിന്നെ ഡേറ്റ് ഫിക്സ് ചെയ്യും, പിന്നെ ആ ഡേറ്റ് മാറ്റും. അങ്ങനെ അയങ്ങാണ്ട് ഇപ്പോൾ ലാസ്റ്റ് ഇന്നാണ് ആ ദിവസം. അപ്പോൾ ഡേറ്റ് ഇങ്ങനെ മാറ്റിയിരുന്നത് വീടിൻ്റെ ഫുള്ളായിട്ടുള്ള ഇൻറ്റീരിയൽ വർക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു. കഴിയുമെന്ന് കരുതിയാണ് ഡേറ്റ് ഫിക്സ് ചെയ്യും, പക്ഷേ ആ ഡേറ്റ് ആകുമ്പോഴത്തേനത് കഴിയൂല. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് ഡേറ്റ് ഇങ്ങനെ മാറിയിരുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഞങ്ങളൊരു 3:30 ആയപ്പോഴായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നത്. ഞങ്ങൾ ഓട്ടോയിലാണ് പോയത്. ഞങ്ങളുടെ വീട് വരുന്നത് മലപ്പുറം ജില്ലയിൽ കാളികാവ് പറഞ്ഞ സ്ഥലത്താണ്. ഞങ്ങളെ കസിൻ്റെ വീടിൻ്റെ ഉമ്മാൻ്റെ വീട് വരുന്നത് പരപ്പനങ്ങാടിയാണ്. അതായത് മലപ്പുറത്തിൻ്റെ ഒരറ്റത്തുനിന്ന് മറ്റൊരറ്റത്താണ് ഇത് രണ്ടും വരുന്നത്. അപ്പോൾ പരപ്പനങ്ങാടിയിൽ താന്നൂരാണ് ഇവിടെ വീട് വരുന്നത്. എൻ്റെ ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ മോളെ ഹൗസ് വാമിംഗ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളൊരു 7:30 മണി 7:30 ആയപ്പോൾ ഞങ്ങളവിടെ എത്തിയിരുന്നു. അവിടെ എത്തി വീട് കാണുന്നതിന് മുമ്പ് ഞങ്ങൾ ഫസ്റ്റ് ഫുഡ് കഴിക്കുകയാണ് ചെയ്തിരുന്നത്. കാരണം ഞങ്ങൾക്ക് നല്ല വിശന്നിരുന്നു. ഞങ്ങൾ അത്ര ടൈം ഇങ്ങനെ വണ്ടിയിലിരുന്നതല്ലേ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ വീട് കണ്ടു. വീടിൻ്റെ പുറമേ നിന്നെടുത്തൊരു വീഡിയോ ആണ്. ഞാൻ വീടിൻ്റെ ഡീറ്റെയിൽഡ് ആയി കണ്ടൊന്നും വീട് കാണിക്കണില്ല. ചെറിയ ക്ലിപ്സ് വെച്ചുകൊണ്ടാണ് കാണിക്കുന്നത്. ഫസ്റ്റ് ഇത് ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണ് വീടിൻ്റെ. നമ്മളിങ്ങനെ സിറ്റൗട്ടിൽ നിന്ന് ഉള്ളിലേക്ക് പോണ അവിടെ ഇങ്ങനെ ആയിട്ടൊരു മരമുണ്ട്. അത് ഈ വീടിന് നല്ലൊരു ഹൈലൈറ്റായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ മരം നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിൻ്റെ സൈഡിലായിട്ടൊരു ഊഞ്ഞാൽ വരുന്നുണ്ട്. ആ ഊഞ്ഞാലിൻ്റെ അപ്പുറത്താണ് അവർ സോഫിട്ട ആ ഒരു ഏരിയ വരുന്നത്. പിന്നെ ഇത് ഡൈനിങ് ഹാളിൽ ടേബിൾ ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതാണ് ഓപ്പൺ കിച്ചണും ഉണ്ട്, മെയിൻ കിച്ചണും ഉണ്ട്. ഇത് ഓപ്പൺ കിച്ചണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞില്ല ഊഞ്ഞാലിട്ട ആ ഒരു ഏരിയയാണത്. ഊഞ്ഞാലും പിന്നെ ആ സൈഡിലായിട്ട് സോഫയും വന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് ഓല മെയിൻ കിച്ചണ്. എല്ലാത്തിൻ്റെയും ഞാൻ ജസ്റ്റ് ചെറിയായിട്ട് ഡീറ്റെയിൽ ആയി കൊണ്ടൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഓല വാഷ് ബേസ് വരുന്നത് ഓല ഗാർഡനിലാണ്. അവിടെ ഇങ്ങനെ ആയിട്ടൊരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഗ്ലാസ് കൊടുത്തിട്ട് അവിടെയാണ് ഓല വാഷ് ബേസ് വരുന്നത്. പിന്നെ ഇങ്ങനെ ഇതിൻ്റെ സ്റ്റെയർ കേസാണിത്. പിന്നെ നമുക്ക് ഇതിൽ മുകളിലോട്ട് ബെഡ്റൂം ഞാൻ കാണിച്ചിട്ടില്ല. കാരണം അവിടെയൊക്കെ ബെഡ്റൂമിലൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും ഉണ്ടാവുമ്പോൾ വീഡിയോ എടുക്കുന്നത് ഒരു ശരിയല്ലല്ലോ. അപ്പോൾ അതാണ് ഞാൻ ബെഡ്റൂം കാണിക്കാഞ്ഞത്. പിന്നെ ഇത് മുകളിലുള്ള ഹാളിലാണ്. അതിലാണ് ഈ മരത്തിൻ്റെ ഈ ചില്ലകളും മരത്തിൻ്റെ ലീഫൊക്കെ വന്നിട്ടുള്ളത്. ഈ ഇതിലാണ്. നിങ്ങൾക്ക് ഇങ്ങനെ വീട് കാണുമ്പോൾ മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. വീടിൻ്റെ ഹോം ടൂറായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. പിന്നെ ഇത് മുകളിൽ വരുന്നൊരു ബെഡ്റൂമാണ്. മുകളിൽ 3 ബെഡ്റൂമാണുള്ളത്. പിന്നെ ബെഡ്റൂമുകളുടെ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. സംഭവം നല്ല രസമുണ്ട് വീട് കാണാൻ. വീടിൻ്റെ പണി നടക്കുന്ന ടൈമിൽ എങ്ങനെയാണ് മോഡൽ എന്താണെന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ കുറേ മുമ്പ് കണ്ടതാണ് ഞാൻ. അത് ഒരു വാർത്തിട്ട ടൈമിൽ കണ്ടതായിരുന്നു. ഇപ്പം എങ്ങനെ കണ്ടപ്പോഴാണ് ഇത് ശരിക്കും മനസ്സിലായത്. സംഭവം നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇത് പിന്നെ മുകളിലത്തെ സിറ്റ് ഔട്ടിൽ നിന്ന് എടുത്തതായിരുന്നു. പിന്നെ ഇതാണ് ഓല ഫാമിലി വരുന്നത്. ഇതാണ് എൻ്റെ സിസ്റ്റർ, അളിയന്, ഓല മക്കൾ. പിന്നെ നടക്കുള്ളത് ഓല MLA ആണ്. എൻ്റെ സിസ്റ്റർ നല്ല പാർട്ടി പ്രവർത്തകയാണ്. അപ്പോൾ ഓല MLA ആണിത്. ഇത് പിന്നെ നമ്മുടെ മക്കളൊക്കെ ഈ ഊഞ്ഞാലുണ്ടായതുകൊണ്ട് മക്കളൊക്കെ കൈമലായിരുന്നു. പിന്നെ സംഭവം നല്ല വൈബായിരുന്നു. കസിൻസിനൊക്കെ കാണാമല്ലേ. പിന്നെ അവിടെ ഈ ഒരു ചായപ്പീടിക പറഞ്ഞ ഈ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. ചായ കടികൾ അങ്ങനെ അവിടെ നല്ലൊരു സ്ട്രോങ് ചായ കുടിച്ചു. പിന്നെ അങ്ങനെ കസിൻസിൻ്റെ കൂടെ കുറേ ടൈം വർത്താനം പറഞ്ഞിരുന്നു. കാരണം ഞങ്ങൾ എന്തെങ്കിലും ഉള്ളൂ ചെല്ലൽ അങ്ങോട്ട് എപ്പോഴും അങ്ങനെ പോവാറില്ല. ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ മാത്രം. ആദ്യം നല്ലോണം പോയിരുന്നു. ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ അതിൻ്റെ ശേഷം അങ്ങനെ പോവാറില്ല. ഇങ്ങനെ എന്തെങ്കിലും ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങൾ പോവാറ്. പിന്നെ നമ്മുടെ ആയു ബേബിക്ക് അവിടെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ആ ലൈറ്റൊക്കെ കണ്ടിട്ട്. ഇങ്ങനെ ഒറ്റക്കായിക്കാണ്ട് ഇങ്ങനെ മുകളിൽ ബാൽക്കണിയിലൊക്കെ കുറച്ച് ടൈമൊക്കെ ഇരിക്കും. എല്ലാവരും കണ്ടാൽ നല്ല കരച്ചിലേക്കാരം. അങ്ങനെ അവളങ്ങനെ കുറച്ച് ടൈമൊക്കെ ഇങ്ങനെ അവിടെ കളിച്ചു. പിന്നെ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. കാരണം റെസിപ്പി വീഡിയോസ് വോയിസ് ഓവർ കൊടുക്കാൻ എനിക്ക് നല്ല സുഖമാണ്. ഇങ്ങനത്തെ വ്ളോഗ്സ് വോയിസ് ഓവർ കൊടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായി തോന്നി. ഇങ്ങനെ എന്താ പറയുക എങ്ങനെ പറയാമെന്നൊന്നും അങ്ങനെ അറിയണില്ല.
അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. ഞാൻ അങ്ങനെ കുറച്ചായിട്ടേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനിയും ഞാൻ ഇതുപോലത്തെ ഓരോ വ്ളോഗ്സൊക്കെ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.